പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, പൂരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരുടെ ഭാഗ്യം തെളിയുകയാണ്. വിചാരിച്ചതുപോലെ ഒരു കാര്യങ്ങളും ഈ ഒരു മാസത്തിലും നടന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ സങ്കടപ്പെടുകയേ വേണ്ട. ഇനി വരുന്ന 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വന്നെത്തുവാൻ പോകുന്നത്. അപ്പോൾ വേദജ്യോതിഷ പ്രകാരം ഈ ഫെബ്രുവരി മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് കാണിക്കുന്ന ഫലങ്ങളെപ്പറ്റി മുഴുവനായി ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രക്കാരും ഈ ഫെബ്രുവരി മാസവും കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് കഴിഞ്ഞു പോവുകയാണല്ലോ. ജീവിതത്തിൽ ഒരു ഉയർച്ച നേടിയെടുക്കുവാൻ ഇനി എന്നാണ് കഴിയുന്നത് എന്ന് ചിന്തിച്ച് വളരെയധികം മനസ്സ് നീറി കഴിയുന്നവരാണ്. എന്നാൽ ഒരു കാരണവശാലും ഈ ഫെബ്രുവരി മാസം നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയിട്ട് കടന്നു പോവില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന സത്യം. ഇനിയും ഓരോ രാശിക്കാരെയും ഉയർച്ചയിലേക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ നയിക്കുന്ന ഭാഗ്യദശയുടെ കാര്യകാരണങ്ങളെപ്പറ്റി നോക്കാം. ഒന്നാമതായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാസം അവസാനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ദിവസങ്ങളായിരിക്കും. കാരണം ഫെബ്രുവരി മാസം 24-ാം തീയതി ചൊവ്വയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം അവസാനിക്കുന്നത് കർക്കിടകം രാശിയിലാണ്. അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ ജലതത്വരാശിയായ കർക്കിടകം ചൊവ്വയുടെ കരിനിഴലിൽ ആയിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർ കടന്നുപോയിരുന്നത്. അതിനാൽ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അതിൻ്റേതായ രീതിയിൽ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് നൽകാഞ്ഞത്. എന്നാൽ ഇപ്പോൾ ചൊവ്വയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം കർക്കിടകം രാശിയിൽ അവസാനിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും മാനസികമായിട്ട് അനുഭവിച്ചിരുന്ന സംഘർഷങ്ങളുമൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിയുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അകലുന്നതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം 24-ാം തീയതി മുതൽ തിരിച്ചറിയുവാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ അത് നിങ്ങളെ വൻ നേട്ടത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്രകാരം ഈ മാസാവസാനത്തോടെ കുറച്ച് കാലത്തെ തകർച്ചകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ നാളുകൾ തിരികെ വരികയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിവേകത്തോടെ തന്നെയായിരിക്കും. അതിനാൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും മാനസിക സന്തോഷവും എല്ലാം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി രണ്ടാമതായിട്ട് ഈ ഫെബ്രുവരി മാസം അവസാനിക്കുന്നതിന് മുൻപായി വളരെ ഗുണകരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാർ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. അതായത് 2024 ഡിസംബർ മാസത്തിൽ ചൊവ്വയുടെ വക്രഗതി ആരംഭിച്ചത് തന്നെ ചിങ്ങം രാശിയിലായിരുന്നു. അപ്പോൾ ഈ ഫെബ്രുവരി മാസം
24-ാം തീയതി ചൊവ്വ നേർഗതിയിലേക്ക് എത്തുന്നതോടെ അഗ്നിതത്വ രാശിയായ ചിങ്ങത്തിന് ഏറ്റവും ഗുണകരമായ സമയം വരികയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളുടെ ക്ഷമ തന്നെ നശിച്ച അവസ്ഥയിലായിരുന്നു. കാരണം ഭാഗ്യം പരീക്ഷിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇന്നലെ വരെ നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് അനുകൂലമാണ്. ഒരിക്കലും തുറക്കപ്പെടില്ല എന്ന് നിങ്ങൾ തന്നെ കരുതിയിരുന്ന ചില വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഭാഗ്യദശ തെളിയുന്നതോടെ ചിങ്ങം രാശിയിൽ വരുന്ന പല ആളുകൾക്കും ലക്ഷപ്രഭുക്കളാകുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നേട്ടം നിങ്ങളിലേക്ക് വരുമെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് സമ്പത്തിൻ്റെ താക്കോൽ വെത്തുന്നത്. ഇനി മൂന്നാമതായിട്ട് ഈ ഫെബ്രുവരി മാസം അവസാനിക്കുന്നതിന് മുൻപായിട്ട് ജീവിതത്തിൽ ആഗ്രഹിച്ച തരത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ഈ ഫെബ്രുവരി മാസം അവസാന ഭാഗം വരുമ്പോൾ ഈ പ്രപഞ്ചം ഒന്നാകെ നിങ്ങളുടെ വിജയത്തിന് കൂട്ടുനിൽക്കുന്ന തരത്തിൽ വളരെ ഗുണകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളിലേക്കും ഈ പ്രപഞ്ചത്തിൻ്റെ പോസിറ്റീവ് ഊർജം നിങ്ങളെ വഴികാട്ടി നയിക്കും. സാമ്പത്തികപരമായി മീനം രാശിക്കാർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങൾക്കും പരിഹാരമാവുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം അവസാനം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളും ഒട്ടും തന്നെ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും പരിഹാരമാവാതെ ഈ ഫെബ്രുവരി മാസം കഴിയില്ല. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ ഗുണഭാവവും നിങ്ങളെ തുണയ്ക്കുന്ന ശുഭകരമായ സമയം വന്നിരിക്കുകയാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.